Dr. Wolf trolls. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ചിരിക്കരുതേ. ഞാൻ പഠിച്ച ഫിസിക്സ് ആണല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഫിസിക്സ് ഞാൻ അതിന് മുമ്പ് ട്യൂഷൻ എടുത്തു. ഞാൻ ഇപ്പൊ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. ആലോചിക്കണം. രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആൾക്കാർ പറയുന്നുണ്ട്. സത്യം മാത്രം. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി. അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി. അതിനൊന്നും ഇല്ലേ? പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത്. എന്തേനു യവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിട്ട് എന്നിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ജീവിതം. ഫ്ലാഷ് ബാക്ക്. ദീപക് മരിച്ചപ്പോ സന്തോഷം പറഞ്ഞ പോസ്റ്റ് ഇട്ടല്ലോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്ക്. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. ഫ്ലാഷ് ബാക്ക്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. പോസ്റ്റ് ഇട്ടല്ലോ. അവന്റെ അമ്മയുടെ കരച്ചിൽ കണ്ടതിന് അറിഞ്ഞൂലേ അത് കള്ളക്കരച്ചിലാണ്. കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര നാരായണ നാരായണ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. മതി. മതി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.